ഷാജിദ ഷാജി എന്ന യൂട്യൂബറെ കുറിച്ച്. ഷാജിദ ഷാജി എന്ന യൂട്യൂബറെ നല്ല രീതിയിൽ വീഡിയോ ഇട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ അവളെ ഉമ്മാൻ്റെ ജട്ടി മുക്കി പിടിച്ചോണ്ട് വന്നു. ഉമ്മ ജട്ടി ഇടുന്നുണ്ട്, അവള് ജട്ടി ഇടുന്നുണ്ടോന്നാണ് ഇപ്പം അറിയില്ല. എന്നിട്ട് വന്നിട്ട് വീണ്ടും ഉമ്മാനെയും മറ്റ് യൂട്യൂബേഴ്സിനെയും അപ്പുറത്തെ വീട്ടിലെ ആളുകളെയും എല്ലാം അസഭ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഷാജിദ ഷാജി നന്നായിട്ട് ജീവിക്കൂ, ഭർത്താവില്ലെങ്കിലും ഷാജിദ ഷാജിക്ക് ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ട്, 5 മക്കളുണ്ട്. നല്ല രീതിയിൽ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. കുറേ പേര് ചീത്ത വിളിക്കുന്നുണ്ട്. നാളെ എനിക്കും ചിലപ്പം ചീത്ത വിളി കേൾക്കാം, ഞാനതൊന്നും കാര്യമാക്കില്ല. വിളിക്കുന്നവരെ അവിടുന്ന് വിളിക്കാന്ന് മാത്രമേ ഉള്ളൂ. യൂട്യൂബ് എന്ന ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് ആരെയും എന്തും പറയാ എന്ന് ഇല്ല. നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അഭിമാനക്ഷത വേൽക്കുന്ന രീതിയിൽ നമ്മൾ ആരും തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നില്ല. അവർ തന്നെയാണ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യാനുള്ള കണ്ടന്റ് നമുക്ക് ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ ഓരോ വീഡിയോയിലും ഒന്നുകിൽ എല്ലാവരെയും ചീത്ത വിളിക്കും, അല്ലെങ്കിൽ അവളെ ഉമ്മാനെ എന്തെങ്കിലുമൊക്കെ വിളിച്ചിട്ടുണ്ടാകും, അയൽപക്കത്തുള്ളവരെ വിളിച്ചിട്ടുണ്ടാകും. ഇതിൻ്റെയൊക്കെ പുറമെ വെളുത്തുപാറാം 800 രൂപ ആണ് ആ ഒരു കുഞ്ഞു ഡബ്ബയ്ക്ക്. 800 രൂപ വിലയുള്ള കുഞ്ഞു ഡബ്ബയിൽ എന്ത് കെമിക്കലാണ്, നമ്മുടെ സ്കിന്നിനെ ക്യാൻസറിനെ വരുത്തുന്ന കെമിക്കലാണ് അതിലടങ്ങിയിരിക്കുന്നത്. എത്ര പേർക്കറിയാം? ഒരുപാട് പേര് ആ വീഡിയോ കണ്ടു. ആ വീഡിയോക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ യൂട്യൂബില് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. വലിയ മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റായ ഒരു വനിത മുമ്പിൽ വന്നിട്ടുണ്ട്, കേസ് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കേസ് കൊടുത്തത്? അവരുടെ ശബ്ദമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ആരെങ്കിലും എന്തെങ്കിലേക്ക് പറയുമ്പം അതിൻ്റെ അത് ചാടി പിടിച്ച് എന്തിനാണ് നമ്മൾ അവരുടെ പുറകെ പോകുന്നത്? അവർ കുറേ സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വനിതയാണ് അവർ. ഷാജിദ ഷാജി വീഡിയോയിൽ അപകീർത്തികരമായിട്ടൊക്കെ സംസാരിച്ചാൽ അവർ കേസ് കൊടുക്കും. കേസ് കൊടുത്താൽ അറസ്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ അറസ്റ്റ് ചെയ്യും, പിന്നെ ചോദ്യം ചെയ്യലുണ്ടാകും. ഇതൊക്കെ നടക്കുമ്പോഴും ഷാജിദ ഷാജി വീണ്ടും വെല്ലുവിളിക്കുകയാണ്. യൂട്യൂബിൽ വന്നിട്ട് മുഖം കാണിക്കാൻ പറയുന്നു. ഈ പറഞ്ഞ ആളുടെ മുഖമാണ് അവൾക്ക് കാണേണ്ടത്. ആ വനിത മുഖം കാണിച്ച് തന്നെയാണ് യൂട്യൂബിൽ ഞാനിപ്പോൾ കുറച്ച് മുമ്പും കണ്ടു, നേരത്തെയും കണ്ടു. ആ വനിതയ്ക്ക് അങ്ങനെ മുഖം കാണിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ആ വനിതയോടൊപ്പമാണ്. എന്ത് തന്നെ ആയാലും ഷാജിദ ഷാജിക്ക് ഇതൊരു അടിയായിരിക്കും. എല്ലാവരെയും അടക്കി വാണ്ട് വീട്ടിലെ കാര്യങ്ങൾ ഒരു കണ്ടന്റ് പുതിയതുണ്ടാക്കാനോ ഒന്ന് ക്രിയേറ്റ് ചെയ്യാനോ ഷാജിദ ഷാജി ശ്രമിക്കാതെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവളുടെ മോനെ വെച്ചിട്ടും ഇതേപോലെ വീഡിയോ ചെയ്തിട്ടു. അപ്പോൾ നമ്മളെ കുട്ടികളെ, 18 വയസ്സാവാത്ത കുട്ടികളെ മീഡിയയ്ക്ക് മുമ്പിൽ കൊണ്ടുവന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നത് നിയമപ്രകാരം തെറ്റാണ്. നിനക്ക് മര്യാദയ്ക്ക് ജീവിച്ചൂടെ? നിനക്ക് നല്ല രീതിയിൽ ജീവിച്ചൂടെ? നീ ഇവിടുത്തെ പെണ്ണുങ്ങളെയൊക്കെ അടക്കി വാഴാൻ വേണ്ടി വന്നിരിക്കുകയാണോ? എന്താ നിന്റെ ഉദ്ദേശം? കുറേ നാളായില്ല നീ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് ഇങ്ങനെ അലറി വിളിച്ച് നടക്കുന്നു. നിനക്ക് എന്തിൻ്റെ കുറവാണ്? അടി കിട്ടാത്തതിൻ്റെ കുഴപ്പമാണ് നിനക്ക്. സ്വന്തം ഉമ്മാനെ വളരെ മോശകരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? നിന്റെ പറ്റ ഉമ്മ ആണ് അത്. നീ മറ്റ് സ്ത്രീകളെയും പറയുന്നുണ്ട്. ഉമ്മനെ ആയാലും ഏത് സ്ത്രീയെ ആയാലും കുഞ്ഞിനെ ആയാലും
നമുക്കാർക്കും തന്നെ അവരെ അപകീർത്തിപ്പെടുത്താനുള്ള നിയമമൊന്നും വന്നിട്ടില്ല. അപ്പം നീ നിയമത്തിന് എതിരെ നിന്നിട്ട് തെറ്റായ ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിടുന്നുണ്ട്. അത് നിനക്ക് തന്നെയാണ് ഷാജിദ ദോഷം ചെയ്യുന്നത്, അല്ലാണ്ട് മറ്റാർക്കുമല്ല. അതുകൊണ്ട് ഷാജിദ അടങ്ങിയിരിക്കേ. നിനക്കും നല്ല സമയമുണ്ട് ഷാജിദ. എല്ലാവർക്കും ഒരുപോലെയല്ലല്ലോ. നീ ഇങ്ങനെ വാളെടുത്ത് വെട്ടാൻ വരാതെ എല്ലാവരെയും അടങ്ങിയിരിക്കേ. പിന്നെ അറസ്റ്റൊന്നും ചെയ്യാതിരിക്കട്ടെ. ഒന്ന് ഒരു സ്ത്രീ എന്ന പരിഗണന ഞാൻ തരുവാണ്. എനിക്ക് പൊങ്കാലിടാൻ ആരും വരില്ലായിരിക്കുമല്ലേ. ഷാജിദയ്ക്ക് സപ്പോർട്ടല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഷാജിദയ്ക്ക് സപ്പോർട്ട് ചെയ്തതല്ല. ഷാജിദ ചെയ്യുന്ന ചില വൃത്തികെട്ട കാര്യങ്ങൾ, അതായത് ചാനലിൽ വന്നിരുന്നിട്ട് ആക്രോശിക്കുക, അനാവശ്യമായിട്ട് കാര്യങ്ങൾ പറയുക, ആവശ്യമില്ലാത്ത ആളുകളെയും കുട്ടികളെയും ഉമ്മയെയും മറ്റ് ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അപകീർത്തിപ്പെടുത്തുക, ഇതെല്ലാം തെറ്റാണ് ഷാജിദ. നീ ഇങ്ങനെ ഒന്നും ചെയ്യരുത്. നിന്റെ മക്കൾ വളർന്നു വരുമ്പോൾ നിന്റെ ഈ സ്വഭാവമാണ് കാണുന്നത്. നിന്റെ മക്കൾ 5 മക്കളുണ്ട്, നീ ബാപ്പയില്ലാത്ത മക്കളെന്ന് പറയുന്നുണ്ടല്ലോ. ഈ ബാപ്പയില്ലാത്ത 5 മക്കളെ നീ എത്ര തന്നെ നന്നായിട്ട് പഠിപ്പിച്ചാലും അമ്മയിൽ നിന്നും കിട്ടുന്ന അറിവുണ്ടല്ലോ, അതിനോളം വലുത് വേറൊന്നുമില്ല. ഏത് പള്ളിക്കൂടത്തിൽ പോയി പഠിച്ചാലും അമ്മയുടെ കയ്യിൽ നിന്നും കിട്ടുന്ന അറിവ് പള്ളിക്കൂടത്തിൽ നിന്നും കിട്ടില്ല ഷാജിദ. അപ്പം നീ ഇത്തരം വീഡിയോസൊക്കെ എടുത്തിടുമ്പോൾ അതും കുട്ടികൾ അടുത്ത് നിർത്തിക്കൊണ്ട് വീഡിയോയിൽ ചീത്ത വിളിക്കുന്നത്, യൂട്യൂബിലേക്ക് ചീത്ത വിളിക്കുന്നത്, അതിലുള്ള സ്ത്രീകളെ ചീത്ത വിളിക്കുന്നത്, ഇതെല്ലാം നിനക്ക് ദോഷമായിരിക്കും. ഇപ്പോൾ കുട്ടികളാണ് അവർ വളരും തോറും അവർ വീണ്ടും വീണ്ടും നിന്റെ ഈ വളരെ മോശമായ വാക്കുകൾ കൊണ്ട് മെഴുകി നടക്കുന്നതെല്ലാം വെളിപ്പെട്ട് വന്നാൽ അവർക്കറിവ് വെക്കുമ്പോൾ അവർ നിന്റെ അടുത്ത് തിരിച്ചു ചോദിക്കും. അതിനുള്ള വഴി കൊടുക്കരുത് ഷാജിദ. നീ എന്താ വിചാരിച്ചിരിക്കുന്നത് ഷാജിദ? ഭർത്താവില്ലാത്തവര് മക്കളെ വളർത്തുന്നില്ലേ? മക്കളെ വളർത്തുന്നത് സമൂഹത്തിനും രാജ്യത്തിനുമൊക്കെ ഒരു മുതൽക്കൂട്ടായിട്ട് മക്കളെ വളർത്തുക, അല്ലാതെ മീഡിയയിൽ വന്നിരുന്ന് നമ്മൾ അപകീർത്തിപ്പെടുത്തുന്നതല്ല ശരിയായ വഴി. മനസ്സിലായി കാണുമായിരിക്കും അല്ലേ? ഷാജിദ കാണുമായിരിക്കും. ഷാജിദ എന്തായാലും വീഡിയോയിൽ ഉണ്ടെങ്കിൽ ഷാജിദ കാണും. അപ്പോൾ അതിൻ്റെ ചുവടെ വന്നൊരു കമൻ്റൊക്കെ ഇടണേ ഷാജിദ, കേട്ടോ.